എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന കെ-ഫോൺ പദ്ധതി 20 മാസം പിന്നിടുമ്പോൾ 400-ലധികം സർക്കാർ ഓഫീസുകൾക്ക് ഇനിയും കണക്ഷനായിട്ടില്ല. ദേശീയപാതയിലെയും MC റോഡിലെയും നിർമ്മാണ പ്രവൃത്തികളും റെയിൽവേ ലൈൻ മുറിച്ചുകടക്കാനുള്ള അനുമതി വൈകുന്നതുമാണ് പദ്ധതി വ്യാപനത്തിന് തടസ്സമായി നിൽക്കുന്നത്. 9 നിയമസഭാ മണ്ഡലങ്ങളിലെ സ്കൂളുകളും സർക്കാർ ഓഫീസുകളുമായി 1959 സ്ഥാപനങ്ങളിൽ കഷ്ടിച്ച് 1631 എണ്ണത്തിൽ മാത്രമാണ് ഇതുവരെ കണക്ഷൻ നൽകാനായത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള 100 വീടുകൾക്കാണ് ആദ്യഘട്ടത്തിൽ കെ-ഫോൺ കണക്ഷൻ നൽകുക. എന്നാൽ സൗജന്യ കണക്ഷൻ നൽകേണ്ടവരുടെ പട്ടിക തദ്ദേശ സ്ഥാപനങ്ങൾ വൈകിയാണ് നൽകിയത്. മറ്റെല്ലാ ജില്ലകൾക്കും ശേഷമാണ് ആലപ്പുഴയിലെ 900 പേരുടെ പട്ടിക സമർപ്പിച്ചത്. പദ്ധതി നടത്തിപ്പ് വൈകാൻ ഇതും കാരണമായിട്ടുണ്ട്. സാധാരണ മോഡമാണ് കെ-ഫോണിൽ ഉപയോഗിക്കുന്നത്. പരമാവധി 4 കമ്പ്യൂട്ടറുകൾ മാത്രമേ ഇതിൽ നിന്ന് കണക്ട് ചെയ്യാനാകൂ. വൈഫൈ മോഡം വഴി എത്ര കണക്ഷൻ വേണമെങ്കിലും നൽകാം. കണക്ഷൻ നൽകുന്ന ഘട്ടമാകുമ്പോൾ വൈഫൈ മോഡത്തിലേക്ക് മാറിയാലേ കെ-ഫോണിന് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ജില്ലയിൽ മാവേലിക്കര നിയോജക മണ്ഡലമാണ് കെ-ഫോൺ കണക്ഷനിൽ ഏറ്റവും മുന്നിൽ. ആലപ്പുഴ ടൗൺ, എടത്ത എന്നിവിടങ്ങളിൽ തൊട്ടു പിന്നിലാണ്. ഏറ്റവും പിന്നിൽ നിൽക്കുന്നത് ചേർത്തല, പാതിരപ്പള്ളി, കുട്ടനാട് മേഖലകളാണ്. ദേശീയപാത നവീകരണം പുരോഗമിക്കുന്ന ചേർത്തല, പാതിരപ്പള്ളി മേഖലകളിൽ സ്ഥാപിച്ച ഫൈബർ ലൈനുകൾ നീക്കം ചെയ്യേണ്ടി വന്നത് കാലതാമസത്തിനും കരാർ കമ്പനിക്ക് നഷ്ടത്തിനും കാരണമായിട്ടുണ്ട്. ആലപ്പുഴ ബൈപ്പാസ്, അമ്പലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ റെയിൽവേ ലൈനുകൾ ക്രോസ് ചെയ്യാനുള്ള റെയിൽവേയുടെ അനുമതി വൈകുന്നത്, ദേശീയപാതകൾ കേബിൾ ട്രഞ്ചുകളും നിർമ്മാണം പൂർത്തിയാകാത്തത് പ്രധാന തടസ്സമാണ്. ചേർത്തല സബ്സ്റ്റേഷന് സമീപത്തെ റെയിൽവേ ക്രോസ്, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലും റെയിൽവേയുടെ അനുമതി ആവശ്യമാണ്. അതേസമയം പ്രവർത്തനം തുടങ്ങിയ 1.5 വർഷമായിട്ടും കെ-ഫോണിന്റെ ഇന്റർനെറ്റ് ബിൽ അടയ്ക്കാതെ സർക്കാർ. 85 സർക്കാർ വകുപ്പുകൾക്കായി 21 കോടിയുടെ ബിൽ അടച്ചിട്ടും ഇതുവരെ അടച്ചത് 1 കോടി മാത്രമാണ്. കെ-ഫോണിന്റെ ബിൽ അടയ്ക്കേണ്ടത് സർക്കാരോ വകുപ്പോ സ്ഥാപനങ്ങളോ എന്നതിൽ തീരുമാനമെടുക്കാത്തതിനാലാണ് 20 കോടി രൂപയുടെ കുടിശ്ശിക വന്നത്. ബിൽ ലഭിച്ച പല സ്ഥാപനങ്ങളും അടയ്ക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന വാദത്തോടെ ബില്ല് തിരിച്ചയച്ചതോടെ കെ-ഫോണിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. 2023 ജൂണിലാണ് കെ-ഫോൺ പ്രവർത്തനം തുടങ്ങിയത്. ഒക്ടോബർ മുതൽ ബില്ല് അയച്ചു തുടങ്ങി. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കണക്ഷൻ നൽകിയ സ്ഥാപനങ്ങളുടെ ബിൽ തുക ഓരോ വർഷവും ബജറ്റിൽ ഉൾപ്പെടുത്തി ഗഡുക്കളായി കെ-ഫോണിന് നൽകുമെന്നായിരുന്നു ആദ്യത്തെ ധാരണ. ധനവകുപ്പ് എതിർത്തതോടെ നടപ്പായില്ല. പകരം സംവിധാനം ഏർപ്പെടുത്താതിരുന്നതോടെയാണ് ബില്ലുകൾ കുടിശ്ശികയായത്. മറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്ന ഓഫീസുകൾ അതൊഴിവാക്കി കെ-ഫോണിലേക്ക് മാറണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ പലരും പഴയ കണക്ഷൻ നിലനിർത്തി കെ-ഫോൺ ഉപയോഗിക്കുന്നതോടെ ഇരട്ടി ബാധ്യതയായി. 41,000 വീടുകൾ ഉൾപ്പെടെ 75,000 കണക്ഷനുകൾ കെ-ഫോൺ നൽകിയിട്ടുണ്ട്. വീടുകളുടെ ബിൽ കൃത്യമായി ലഭിക്കുമ്പോൾ സർക്കാർ ഓഫീസുകളിൽ സെക്രട്ടേറിയറ്റ്, നിയമസഭാ സെക്രട്ടേറിയറ്റ്, ടെക്നോ പാർക്ക് തുടങ്ങിയവ മാത്രമാണ് ബില്ലടച്ചത്. വാണിജ്യ പ്രവർത്തനം തുടങ്ങിയ ആദ്യ വർഷം 350 കോടി രൂപയാണ് കെ-ഫോൺ വരുമാനം ലഭിച്ചത്. സർക്കാർ ഓഫീസുകളിലെല്ലാം കണക്ഷൻ നൽകുന്നതോടെ 135 കോടി പ്രതീക്ഷിച്ചു. എന്നാൽ കൊടുത്ത ഇന്റർനെറ്റിന്റെ പണം തന്നെ കുടിശ്ശികയായതോടെ ബിസിനസ് വളർത്താൻ പ്രവർത്തന മൂലധനമില്ലാത്ത സ്ഥിതിയാണ്. കിഫ്ബിയിൽ നിന്നും വായ്പയെടുത്ത തുക 100 കോടി രൂപ വീതമുള്ള 11 വാർഷിക ഗഡുക്കളായി അടയ്ക്കണം. തിരിച്ചടവ് തുടരേണ്ടത് ഈ വർഷമായിരുന്നെങ്കിലും കഴിഞ്ഞിട്ടില്ല. KSEBയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന വകയിൽ വർഷം 15 കോടി രൂപയും ഇന്റർനെറ്റ് നൽകുന്ന കമ്പനികൾക്ക് 2 കോടി രൂപയും നൽകണം. പദ്ധതിയുടെ നടത്തിപ്പുകാരായ ബെൽ കൺസോർഷ്യത്തിന് മാസം 5 കോടി രൂപ വീതവും നൽകേണ്ടതുണ്ട്. 10% വരുമാന വിഹിതം വാഗ്ദാനം ചെയ്ത് MSPയെ നിയോഗിച്ചെങ്കിലും മാസം ശരാശരി 3 കോടിക്കപ്പുറം വരുമാനം ലഭിച്ചു തുടങ്ങിയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.